വെൽക്കം ടു മൂവി ബ്രാൻഡ്. നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയ താരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച താരമാണ് ഭാനുപ്രിയ. 1992 റിലീസായ മോഹൻലാൽ നായകനായ രാജശില്പിയാണ് ഭാനുപ്രിയയുടെ ആദ്യ സിനിമ. തുടർന്ന് 1996 അഴകിയ രാവണൻ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായും താരമെത്തി. അധികം സിനിമകളിൽ നടിയെ പിന്നീട് മലയാളത്തിൽ കണ്ടിട്ടില്ലെങ്കിലും ചെയ്ത സിനിമകൾ അഭിനേത്രി എന്ന നിലയിൽ ഭാനുപ്രിയയെ പ്രേക്ഷക മനസ്സിൽ അടയാളപ്പെടുത്തി. കുറച്ചു നാളുകൾക്ക് മുൻപ് ഭാനുപ്രിയയ്ക്ക് മറവി രോഗം സംഭവിച്ചു എന്ന വാർത്ത ആരാധകരെ ആകെ അമ്പരപ്പിച്ചിരുന്നു. സ്വയം ആരാണെന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥ മാനസിക രോഗിയെ പോലെയാണ് ഭാനുപ്രിയ പെരുമാറുന്നത്. ആർക്കും നടിയെ സമീപിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയായിരുന്നു പ്രചരിച്ചിരുന്ന വാർത്തകൾ. എന്നാൽ ഇപ്പോഴിതാ നടിക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന്, ഇപ്പോൾ ഭാനുപ്രിയ എവിടെയാണ് എന്നെല്ലാമുള്ള ചോദ്യങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങൾക്കുമെല്ലാം മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടിയുടെ സഹോദരിയും നടിയുമായ ശാന്തിപ്രിയ. എന്റെ ചേച്ചി ഭാനുപ്രിയയ്ക്ക് യാതൊരു തര മാനസിക പ്രശ്നങ്ങളും മറവി രോഗവും ഇല്ല. അമ്മയ്ക്കൊപ്പമാണ് ചേച്ചി ഇപ്പോൾ ജീവിക്കുന്നത്. ആ വീട്ടിൽ ഞങ്ങൾ എല്ലാവരുമുണ്ട്. ചേച്ചിയുടെ മകൾ ലണ്ടനിൽ പഠിക്കുകയാണ്. അവൾ ഇടയ്ക്ക് വരികയും പോവുകയും ചെയ്യാറുണ്ട്. ചേച്ചി പൊതുവെ പുറം ലോകവുമായി അത്രയധികം ഇടപഴകാത്ത ആളാണ്. തന്റെ സ്വകാര്യതയെ ഇഷ്ടപ്പെടുന്ന ഭാനുപ്രിയ ഇപ്പോൾ ഹാപ്പിയായി കുടുംബത്തിനൊപ്പം ജീവിക്കുന്നുവെന്ന് ശാന്തിപ്രിയ വ്യക്തമാക്കിയത്. സിനിമകൾ ചെയ്യാത്തതിനും കാരണമുണ്ട്. 2000-ലേറെ സിനിമകൾ ചെയ്ത് നിരവധി അംഗീകാരങ്ങളും പ്രശംസകളും നേടിയ നടിയാണ് എന്റെ ചേച്ചി. ജീവിതത്തിന്റെ ഭൂരിഭാഗവും സിനിമയ്ക്ക് നൽകിയ ആൾ. എന്നാൽ ഏറ്റവും ഒടുവിൽ ചെയ്ത സിനിമകളൊന്നും തന്നെ ചേച്ചിയോട് പറഞ്ഞത് പോലെയല്ല സ്ക്രീനിൽ വന്നത്. തീർത്തും വ്യത്യസ്തമായിരുന്നു. ഇക്കാലം അത്രയും സിനിമയ്ക്ക് വേണ്ടി ജീവിച്ച ആൾക്ക് അങ്ങനെ അത്രയും മോശമായ റോളുകളിലേക്ക് എത്തപ്പെടുന്നത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ പറ്റിക്കപ്പെടുകയാണെങ്കിൽ സിനിമകൾ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ചേച്ചി. ഇനി സിനിമകൾ ചെയ്യുന്നില്ല എന്നതാണ് ചേച്ചിയുടെ തീരുമാനം. അതേസമയം എന്റെ സിനിമകൾക്ക് വളരെയധികം സപ്പോർട്ടാണ്. ചേച്ചിക്ക് മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞവരോട് എന്റെ ഇറങ്ങാതിരിക്കുന്ന പുതിയ ചിത്രമായ ബാഡ് ഗേളിൽ എനിക്ക് വേണ്ടി ഡബ്ബ് ചെയ്തത് ചേച്ചിയാണ്. ഇക്കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഡബ്ബിംഗ് വർക്ക് നടന്നത്. ആ സിനിമയുടെ അണിയറ പ്രവർത്തകരുമായി നിങ്ങൾക്ക് സംസാരിക്കാം ചേച്ചിയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്ന്. പിന്നെ 90s-ലെ റീയൂണിയൻ പരിപാടികൾക്കൊന്നും ചേച്ചി ആരും വിളിക്കാറില്ല. ഫോട്ടോകൾ കാണുമ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ച് ചോദിക്കാറുണ്ട്. ചേച്ചി ആരും വിളിച്ചില്ല എന്ന് പറയും. ആരുടെ അടുത്തും നമ്പർ ഇല്ലാതെയല്ല, ആരും വിളിച്ചില്ല. പിന്നെ യൂട്യൂബിൽ വന്നിരുന്ന് ആർക്കും എന്തും വിളിച്ചു പറയാമെന്ന നിലയാണ് ഇപ്പോൾ. പണ്ടും ഇപ്പോഴും ആളുകൾ തോന്നിയത് പറയുന്നതിന് വിശദീകരണം നൽകാൻ ഞങ്ങൾ പോകാറില്ല. പറയുന്നവർ പറഞ്ഞോട്ടെ, അത് ഞങ്ങളെ ബാധിക്കുന്നതല്ല. ഞങ്ങൾക്കും കുടുംബമുണ്ട്, ജീവിതമുണ്ട്, ഇമോഷൻസ് ഉണ്ട് എന്നീ പറയുന്നവർ മനസ്സിലാക്കിയാൽ മതിയെന്നുമാണ് ശാന്തിപ്രിയ പറയുന്നത്. വിവാഹത്തോടെയാണ് നടി അഭിനയത്തിൽ നിന്നും ഒരു ഇടവേള എടുത്തത്. NRI ബിസിനസ്മാനായ ആദർശ് കൗശലായിരുന്നു ഭാനുപ്രിയയുടെ ഭർത്താവ്. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു. വീട്ടുകാർ ഈ ബന്ധത്തെ എതിർത്തിരുന്നു. എന്നാൽ ആദർശ് കൗശലിനെ ഉപേക്ഷിക്കാൻ ഭാനുപ്രിയ തയ്യാറായില്ല. ആദർശിനെ വിവാഹം കഴിച്ച നടി അമേരിക്കയിലേക്ക് താമസം മാറി. 1998-ലായിരുന്നു വിവാഹം. ഇരുവർക്കും അഭിനയ എന്ന മകളും ജനിച്ചു. എന്നാൽ 7 വർഷത്തിന് ശേഷം ഭാനുപ്രിയ ഈ വിവാഹബന്ധം വേണ്ടെന്ന് വെച്ചു. 2005-ൽ വിവാഹമോചിതയായ ഭാനുപ്രിയ മകളോടൊപ്പം ചെന്നൈയിലേക്ക് തിരിച്ചു വന്നു. അഭിനയത്തിൽ വീണ്ടും ശ്രദ്ധ നൽകി. 2018-ലാണ് ഹൃദയാഘാതം മൂലം ആദർശ് കൗശൽ മരിക്കുന്നത്. ആദർശിന്റെ മരണത്തിന് മുൻപേ തന്നെ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ഭാനുപ്രിയ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പഠിച്ചതെല്ലാം മറന്നുപോകുന്ന തരം മറവിയാണ്. അത് കാരണം നൃത്തത്തോടുള്ള താല്പര്യവും കുറഞ്ഞു എന്ന് ഭാനുപ്രിയ വെളിപ്പെടുത്തിയത് ആരാധകർക്ക് വിശ്വസിക്കാനായില്ല. ഡയലോഗുകൾ മറക്കുന്നത് കാരണം അഭിനയത്തിൽ നിന്നും മാറി നിന്നു. മറവി രോഗം കാരണം ഭാനുപ്രിയ ഒരുപാട് വേദനിച്ചിട്ടുണ്ടെന്ന് മുൻപൊരു നടൻ വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, തമിഴിൽ അഭിനയിക്കുമ്പോൾ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് നടിക്ക് മോശമായിട്ടുള്ള അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ചെയ്യാറു ബാലുവും വെളിപ്പെടുത്തിയിരുന്നു. ഒരു തമിഴ് സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് സംഭവം നടക്കുന്നത്. കൂട്ടുകുടുംബത്തിന്റെ കഥ പറയുന്ന സിനിമയിൽ ഭാനുപ്രിയ പ്രധാനപ്പെട്ട ഒരു റോളാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ഡയലോഗ് മനഃപ്പാഠം ചെയ്തുവെങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയപ്പോൾ നടി അത് മറന്നു. നിരന്തരം ഡയലോഗ് മറന്നതോടെ ആ സീനിന് വേണ്ടി റീടേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ഒന്നുകിൽ ഡയലോഗ് മാറ്റൂ, അല്ലെങ്കിൽ ഇവരെ മാറ്റൂ എന്ന് പറഞ്ഞ് സിനിമയിൽ അഭിനയിക്കുന്ന യുവ നായകൻ ബഹളമുണ്ടാക്കി. അത് ഭാനുപ്രിയയെ വല്ലാതെ വിഷമത്തിലാക്കിയിരുന്നു എന്നാണ് പ്രചരിച്ചിരുന്ന വിവരം. ഇടയ്ക്ക് വെച്ച് വലിയ വിവാദങ്ങളിലും താരം പെട്ടിരുന്നു. 14 വയസ്സുകാരിയായ വീട്ടുജോലിക്കാരിയെ ഉപദ്രവിച്ചു എന്ന് ആരോപിച്ച് നടി ഭാനുപ്രിയക്കെതിരെ കേസും ഉയർന്നിരുന്നു. 14 വയസ്സുകാരിയായ തന്റെ മകളെ ആന്ധ്രാപ്രദേശ് സ്വദേശിയായ പ്രഭാവതിയാണ് കാണാൻ നടി അനുവദിക്കുന്നില്ലെന്നും പറഞ്ഞുറപ്പിച്ച ശമ്പളം മകൾക്ക് നൽകുന്നില്ലെന്നും ആരോപിച്ച് പരാതി നൽകിയിരുന്നത്. ഏജന്റ് വഴിയാണ് മകളെ ഭാനുപ്രിയയുടെ ചെന്നൈയിലെ വീട്ടിലേക്ക് 10,000 രൂപ മാസശമ്പളത്തിന് അയച്ചത്. മകളെ ഭാനുപ്രിയയുടെ സഹോദരൻ ഗോപാലകൃഷ്ണനെ ഉപദ്രവിച്ചതായി അജ്ഞാത സന്ദേശം ലഭിച്ചെന്നും മകളെ കാണാൻ ചെന്നൈയിലെത്തിയ കുടുംബത്തിനെ ഗോപാലകൃഷ്ണൻ ഭീഷണിപ്പെടുത്തിയെന്നും പ്രഭാവതി നൽകിയ പരാതിയിൽ പറയുന്നു. എന്നാൽ ഭാനുപ്രിയ പൂർണ്ണമായും ഇക്കാര്യങ്ങളെല്ലാം തള്ളിയിരുന്നു. പെൺകുട്ടി വീട്ടിൽ നിന്നും 1.5 ലക്ഷം വിലമതിക്കുന്ന സാധനങ്ങൾ മോഷ്ടിച്ചുവെന്നും പരാതിയുമായി മുന്നോട്ട് നീങ്ങുമെന്ന് കുടുംബത്തിനെ അറിയിച്ചതിനെ തുടർന്നാണ് അവർ വ്യാജ പരാതി നൽകിയത് എന്നാണ് ഭാനുപ്രിയ വെളിപ്പെടുത്തിയത്. തെലുങ്ക് ചിത്രമായ സിതാരയിൽ അഭിനയിച്ചുകൊണ്ടാണ് ഭാനുപ്രിയ തന്റെ അഭിനയ ലോകത്തിന് തുടക്കം കുറിച്ചത്. ഇതുവരെ
111-ലേറെ ചിത്രങ്ങളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഭാനുപ്രിയ കൂടുതലും കൈകാര്യം ചെയ്തിരിക്കുന്നത് നൃത്തത്തെ ആസ്പദമാക്കിയുള്ള വേഷങ്ങളായിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ സ്ഥിരതാമസമാണ് ഭാനുപ്രിയ. കുറച്ചു നാളുകൾക്ക് മുൻപ് തന്റെ ആരോഗ്യ അവസ്ഥയെപ്പറ്റി ഭാനുപ്രിയ പങ്കുവച്ച കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എനിക്ക് ഈയിടെയായി സുഖമില്ല, ഓർമ്മശക്തി കുറയുന്നു, പഠിച്ച ചില കാര്യങ്ങൾ ഞാൻ മറന്നു, പിന്നീട് നൃത്തത്തോടുള്ള താല്പര്യം കുറഞ്ഞു, വീട്ടിൽ പോലും ഞാൻ നൃത്തം പരിശീലിക്കാറില്ല, ഭാനുപ്രിയ പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നു. അടുത്തിടെ ഒരു സിനിമാ ലൊക്കേഷനിൽ വെച്ച് ഡയലോഗുകൾ മറന്നു, ഓർത്തിരിക്കേണ്ട പലതും താൻ മറക്കുകയാണ്. അടുത്തിടെ ചില നേരങ്ങളിൽ ചില മനിതർകൾ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഡയലോഗുകൾ മറന്നു. പിരിമുറുക്കമോ വിഷാദമോ തന്നെ അലട്ടുന്നില്ല, മറവിക്ക് കാരണം മോശം ആരോഗ്യാവസ്ഥ മാത്രമാണ്. ചില മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്നുമാണ് നടി പറഞ്ഞിരുന്നത്. ഓർമ്മ നഷ്ടപ്പെട്ടതോടെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും എനിക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല. ഷൂട്ടിംഗ് ആരംഭിച്ചതിന് ശേഷം ഞാൻ എന്റെ സാധനങ്ങൾ പോലും മറന്നു. ഇക്കാരണത്താൽ സിനിമയിൽ അഭിനയിക്കുന്നത് പോലും ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്റെ ഭർത്താവ് ഹൃദയാഘാതം മൂലം മരിച്ചതിനാൽ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അഭിനയത്തിലേക്ക് വന്നത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടത്തിലായിരുന്നു അതെന്നാണ് ഭാനുപ്രിയ പറഞ്ഞത്. നേരത്തെ ഭാനുപ്രിയയും ഭർത്താവും പിരിഞ്ഞാണ് കഴിയുന്നതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെല്ലാം ഭാനുപ്രിയ എതിർക്കുന്നുണ്ട്. ഞാനും ഭർത്താവും വിവാഹമോചിതരായിട്ടില്ല. ഇതിനെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഭർത്താവ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു റിപ്പോർട്ടുകളോട് താരത്തിന്റെ പ്രതികരണം. മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറി ജീവിക്കാനാണ് ഭാനുപ്രിയ ഇന്ന് ഇഷ്ടപ്പെടുന്നത്. അതിനാൽ കൂടുതൽ സമയവും വീട്ടിലിരിക്കാനും പുസ്തകങ്ങൾ വായിക്കാനും പാട്ട് കേൾക്കാനും ദൈനംദിന ജോലികൾ ചെയ്യാനുമായി അവർ മാറ്റിവെക്കുന്നു. മംഗഭാനു എന്നാണ് ഭാനുപ്രിയയുടെ യഥാർത്ഥ പേര്. ആന്ധ്രയിലാണ് ജനിച്ചതെങ്കിലും നടിയുടെ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്നു. ഗോപികൃഷ്ണ എന്ന സഹോദരനുമുണ്ട്. 1983 മെല്ലെ പേസുകൾ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ഭാനുപ്രിയ അഭിനയ രംഗത്തേക്ക് കടക്കുന്നത്. പിന്നീട് തിരക്കേറിയ നായികയായി മാറിയ ഭാനുപ്രിയ ഹിന്ദി സിനിമകളിലേക്കും ചേക്കേറി. അതേസമയം തെലുങ്ക്, തമിഴ് സിനിമകളിലാണ് ഭാനുപ്രിയയ്ക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചത്. ആന്ധ്ര സർക്കാരിന്റെയും തമിഴ്നാട് സർക്കാരിന്റെയും 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ഭാനുപ്രിയയ്ക്ക് ലഭിച്ചു. ശിവകാർത്തികേയൻ നായകനായ അയലാൻ എന്ന ചിത്രത്തിലാണ് ഭാനുപ്രിയ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത്. 2024 പുറത്തിറങ്ങിയ സിനിമയിൽ നായകന്റെ അമ്മ വേഷമായിരുന്നു. ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിലാണ് ഭാനുപ്രിയ. മകൾ ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.